നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ചൈതന്യ കിരണിന്റെ കയ്യിൽ തൂങ്ങുന്ന രൂക്ഷമായി നോയിക്കൊണ്ട് അകത്ത് കയറുന്ന തിരക്കിൽ നിലയെ കാവ്യങ്ങ് മറന്നുപോയി. നീല ഫോൺ കട്ടിയെ തിരിഞ്ഞു നോക്കിയതും അടയുന്ന ഡോർ കണ്ടാൽ വേഗം അങ്ങോട്ടേക്ക് ഓടി. അപ്പോഴേക്കും ഡോർ പൂർണ്ണമായും അടഞ്ഞിരുന്നു. എല്ലാവരും നേരെ ബാൽക്കണിയിലേക്ക് പോയി. അവിടെ ഷൂട്ടിന് വേണ്ടുന്ന സാധനങ്ങൾ സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. കിരൺ വേഗം കിച്ചണിലേക്ക് ഓടി. കാരണം വിശന്നിട്ട് ചെക്കൻ്റെ കുടലിന്റെ ഇങ്ങേയറ്റം മറ്റേ അറ്റം തിന്നു തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് കോളിംഗ് ബെൽ ശബ്ദം കേട്ടത്. ഹാളിൽ അന്നം വിട്ടുന്ന കാവ്യക്ക് അപ്പോഴാണ് നീലാംബരി അകത്തേക്ക് കയറില്ലെന്ന ബോധം വന്ന്. അവൾ ഡോർ തുറക്കാൻ ഒരുങ്ങിയതും അവളെ പാസ് ചെയ്ത് ജാൻ ഡോറിന്റെ അടുത്തേക്ക് പോയിരുന്നു. കാവ്യ, കാൻ യു മേക്ക് മീ എ കോഫി? പോകുന്ന വഴി കാവ്യ നോക്കി അവൻ പറഞ്ഞു. അവൾ നേരെ കിച്ചണിലേക്ക് ഓടി. അടുത്ത ബെല്ലടിക്കാൻ കൈയുയർത്തിയപ്പോഴാണ് ഡോറ് തുറന്നു വരുന്ന നില കണ്ടത്. നോക്കുമ്പോൾ പാതി തുറന്ന ഡോറിൽ വലത് കൈ താങ്ങി ചൂണ്ടുവിരൽ തുമ്പ് ചെറുതായി കടിച്ചുകൊണ്ട് തന്നെ നോക്കുന്ന ജാനെ അവൾ കണ്ടു. ആ നോട്ടം കണ്ടപ്പോഴേ ഒരു വട്ടം ഉമിനീരിറക്കി അവൾ പകപ്പോടെ അവനെ നോക്കി. ഈ പകപ്പിപ്പ് എന്തിനാ? അവൾക്കറിയില്ല. ഈ മനുഷ്യനെ കണ്ട അന്നു മുതൽ തന്നിലുണ്ടാവുന്ന സ്ഥായിയായ ഭാവമാണ് വെപ്രാളവും പരവേശവും. ഇപ്പം ഇങ്ങനെ നിന്ന് ചെറിയ മാത്രം ഞാനിപ്പോൾ എന്താ ചെയ്ത്? അകത്ത് കയറാൻ കുറച്ച് ലേറ്റായി പോയി, അത്രയല്ലേ ഉള്ളൂ. ജാൻ സാറിന് അറിയില്ലല്ലോ, തറവാട്ടിലെ ലേറ്റസ്റ്റ് ന്യൂസ് അറിയാതെ നീലാംബരിയുടെ ദിവസം സ്റ്റാർട്ടാവില്ലെന്ന്. നിലയുടെ മുഖത്ത് വിരിയുന്ന നവരസങ്ങൾ നോക്കി സ്വയം ദേഷ്യം ആവാഹിച്ച് വരുത്തുകയാണവൻ. ദേഷ്യപ്പെടാൻ കാരണങ്ങൾ വേണമല്ലോ. യു ഫൂൾ, നീ ഇന്ന് മൊത്തം അവിടെ തന്നെ നിൽക്കാൻ പോവാണോ? കം ഇൻസൈഡ് യു ഇഡിയറ്റ്. അവൻ ദേഷ്യത്തോടെ പറയുമ്പോൾ അവളൊന്ന് ഞെട്ടിയെങ്കിലും അകത്തേക്ക് കയറാൻ തുടങ്ങി. ജാൻ അപ്പോഴും വാതിൽക്കൽ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. അവൾക്കും ദേഷ്യം വന്നു. അല്ല, ദേഷ്യം വന്നതായി അഭിനയിക്കണമല്ലോ. അതല്ലേ അതിൻ്റെ ഒരു ഇത്. ഏത്? അത് തന്നെ. ഒന്ന് മാറുമോ? വാട്ട്? ജാൻ ഒരിക്കൽ കൂടി എടുത്ത് ചോദിക്കുമ്പോൾ അവന് കേൾക്കാൻ പാകത്തിന് അവൾ അല്പം കടുപ്പിച്ച് പതിയെ പറഞ്ഞു. അതെ, വഴിയിൽ നിന്ന് മാറാൻ. രാവിലെ കലിപ്പം കൊണ്ട് ഇറങ്ങിക്കോളും. കലിപ്പൻ. എന്താ എന്താ നീ പറഞ്ഞു? മീ? വിശ്വസിക്കാനാവാതെ സ്വയം തന്നെ നേർക്ക് ഇരുകൈകളും ചൂണ്ടി അവൻ ചോദിക്കുമ്പോൾ അവൾ ചൂണ്ടുവിരൽ കൊണ്ട് അവൻ്റെ വയറ്റിലൊരു കുത്തുകൊടുത്ത് അവനെ സൈഡിലേക്ക് തള്ളി. അകത്തേക്ക് നടക്കുമ്പോൾ നിലക്ക് സ്വയം വിശ്വസിക്കാനായില്ല. ശിവനേ, ഞാനിപ്പോ എന്താ കാട്ടിയേ? മൂർഖന്റെ പള്ളക്കാളിലോ കൈകൊണ്ട് കുത്തിയത്. തന്റെ ചൂണ്ടുവിരലിൽ അവൾ സ്വയം ഒന്ന് നോക്കി. നീല, വരെ വരെ നീ റൊമ്പ ഓവർഡി. ഇത്രയും നാളെ ഈ മനുഷ്യനെ വായിൽ തോന്നിക്കോരെന്ന് പറഞ്ഞു ഇപ്പൊ കയ്യാങ്കളി കൂടി തുടങ്ങിയ നീ. അവൾ സ്വയം അവളോട് തന്നെ പറഞ്ഞു. ജാൻ അപ്പോഴും അവളുടെ പ്രവൃത്തികൾ വിശ്വസിക്കാനാവാതെ അവിടെ തറഞ്ഞു നിന്നുപോയി. അവൾ കുത്തിയ വയറ്റിൽ അവൻ ഒന്നുകൂടെ നോക്കി. നീല കിച്ചണിലേക്ക് ഓടിക്കിതച്ചെത്തി. കിതക്കാൻ കാരണമുണ്ട്. കിച്ചൺ എത്തുന്നതിന് മുമ്പ് കുട്ടി അടഞ്ഞിടുന്ന എല്ലാ ഡോറിലും ഓടി നടന്ന് എണ്ണെടുത്തിട്ടാണ് അവസാനം കിച്ചൺ കണ്ടുപിടിച്ച്. അവിടെ എത്തിയതും കണ്ടു. കിരണിനെ നോക്കി പല്ലുകടിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് ജ്യൂസിൽ സ്പൂണിട്ട് ഇളക്കിയാണ് കാവ്യ. ഒരുമാതിരി വിഷം കലക്കും പോലെ. ആർക്കടി? നീല കിതച്ചുകൊണ്ട് ചോദിച്ചു. ആ സിനിമ നടിക്ക്. കാവ്യ പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് തരുമോ? നാ കുടിച്ചോ. നിലയ്ക്ക് നേരെ അവൾ ജ്യൂസ് നീട്ടി. കാവ്യയുടെ കയ്യിൽ നിന്ന് ആ ജ്യൂസ് വാങ്ങി ഒറ്റ വലി കുടിച്ചു തീർത്തവൾ. കലങ്ങിയില്ല. എന്ത്? കാവ്യ അവളെ തുറച്ചു നോക്കി. നീ സ്പൂണിട്ട് ഇളക്കിയത് പഞ്ചസാരേ. നീല പറയുന്ന കേട്ട് കിരൺ അവൾക്കടുത്തേക്ക് വന്നു. നിന്നെ പട്ടി ഓടിച്ചോടി. കാണ്ടാമൃഗം ആ വാതിൽക്ക് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആരാ? കിരൺ വീണ്ടും ചോദിച്ചു. ഏട്ടന്റെ പ്രിയപ്പെട്ട ഉണ്ണിക്കുട്ടൻ. ഞാനൊന്ന് ലേറ്റായതിന് എന്നെ തുറച്ചു നോക്കി പേടിപ്പിക്കാൻ വന്നു. കാവ്യ ചോദിച്ചപ്പോൾ നിലയൊന്ന് പുച്ഛിച്ചു. പേടിക്കാനോ? ഈ നീലാംബരി ജാനിനെ പേടിക്കാനോ? വെല്ലുവിളിക്കും പോലെ പറയുമ്പോൾ കാവ്യ അടുത്തിരുന്ന ഒരു കപ്പ് കോഫി എടുത്ത് ഒരു പിടപ്പോടെ അവൾക്ക് നേരെ നീട്ടി. എനിക്ക് കോഫിയൊന്നും വേണ്ട, പുറത്ത് നിന്റെ ജാൻ പേടിച്ചു തൂറി നിപ്പുണ്ട്, കൊണ്ടുപോയി കൊടുക്ക്. അതൊക്കെ കൊടുക്കുന്നു കാവ്യ വിക്കി വിക്കി പറഞ്ഞു. എങ്ങനെ? ദേ ഇങ്ങനെ. ശുഭദിനം. അടുത്ത കൊട്ടേഷൻ ചോദിച്ചു വാങ്ങി. കിരൺ ചുണ്ട് കൂട്ടിപ്പിടിച്ചിരി കടിച്ചമർത്തി. നീല കഥ തുടങ്ങിയപ്പോഴേ ജാൻ അവിടെ എത്തിയിരുന്നു. സോറി മകളെ, വന്ന് ഞാൻ നേരത്തെ കണ്ടതാ. ഇഞ്ചി അടിച്ച നിന്റെ മുഖം കാണാൻ ചുമ്മാ ഒരു കൊതി. കുറെ നാളായില്ലേ. നിന്റെ നാക്കെപ്പോഴും ജീവനോടുണ്ടോ നോക്കിയതാ. എന്താ സുഖം. അതും പറഞ്ഞൊരു കള്ളച്ചിരിയോടെ കിരൺ അവിടെ നിന്നും പോയി. ചതിയൻ. കിരണിനെ അവൾ നല്ലപോലെ സ്മരിച്ചു. ഒരു ഗ്ലാസ് ജ്യൂസുമായി കാവ്യയും പോയി. രണ്ടും കൽപ്പിച്ച് നിലയൊന്ന് തിരിഞ്ഞു നോക്കി. അവളെ തറപ്പിച്ച് നോക്കി കോഫി കുടിക്കുകയാണ് ജാൻ. അവൻ മെല്ലെ അവൾക്കടുത്തേക്ക് നടന്നു വന്നു. ഈശ്വര, എങ്ങോട്ടാ? ഇങ്ങേരെന്നെ പേടിപ്പിക്കും. അയ്യോ, ഇനി പീഡിപ്പിക്കോ? അവൻ ഇരുപുരികമുയർത്തി എന്താ എന്ന പോലെ അവളെ നോക്കി ചെവിയിൽ കൈ ചേർത്ത് അവളോട് പറഞ്ഞു. കേട്ടില്ല? ഞാനൊന്നും പറഞ്ഞില്ല. പുറകിലേക്ക് നടന്ന് അവൾ കൗണ്ടർ ടോപ്പിൽ പോയി ഇടിച്ചു നിന്നു. ഒരു വിരൽ തുമ്പകലത്തിൽ അവൻ അവൾക്കടുത്തേക്ക് വന്നു നിന്നു. ഇരു കൈകളും അവൾക്ക് ഇരുവശം കൗണ്ടർ ടോപ്പിൽ കുത്തിവെച്ച് മുഖം താഴ്ത്തി അവളെ നോക്കി.
റിപ്പീറ്റ് നീലാംബരി. നീ എന്താ പറഞ്ഞേ? ഞാൻ കലിപ്പൻ. പിന്നെ അനിമലേതാ? ഓ, കാണാമൃഗം. പേടിച്ച് ഞാൻ പുറത്ത് നിൽപ്പുണ്ടെന്നല്ലേ? ആരെ പേടിച്ച്? പറ, ആരെനിക്ക് പേടി? കണ്ണുകൾ ഉയർത്തി. പറ്റിപ്പോയി, ഇനി മെയിലിൽ ആവർത്തിക്കില്ല എന്ന പോലെ അവൾ അവനെ നോക്കി. കാരണം ഇത് എത്ര തവണയായി? സോറി പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? അവനൊന്ന് നിവർന്നു നിന്നു. എന്നിട്ട് അവളെ കൈ പിടിച്ച് കോഫി കപ്പ് അവൾക്ക് കൊടുത്തു. നിന്ന് വറക്കണ്ട, ബാക്കി കുടിച്ചോ. അതും പറഞ്ഞ് അവൻ തിരിഞ്ഞടന്നു. സർ, അവൾ പിന്നിൽ നിന്ന് വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്നു. എനിക്ക് ലീവ് വേണം, എന്റെ എൻഗേജ്. അറിയോ, എടുത്തോ. പറഞ്ഞു തീരും മുന്നേ അവനോ മറുപടിയും വന്നു. പക്ഷെ അവൾ വീണ്ടും വിളിച്ചു, സർ. ഇത്തവണ അവൻ തിരിഞ്ഞു നോക്കി. മുഖത്ത് വല്ലാത്ത ദേഷ്യം. ഒന്നും മടിച്ചാണെങ്കിൽ അവൾ പറഞ്ഞു, എന്റെ ഏലസ് എനിക്ക് വേണം. പറഞ്ഞു കഴിഞ്ഞില്ല. കാറ്റുപോലെ അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. അപ്പോഴും തികഞ്ഞ ദേഷ്യം മാത്രമായിരുന്നു അവന്റെ മുഖത്ത്. അവളുടെ കാതോരം പതിച്ച് ഉറച്ച സ്വരത്തിൽ അവൻ പറഞ്ഞു, നിന്റെ എൻഗേജ്മെന്റ് അല്ലേ നടക്കുന്നത്, അല്ലാതെ ചാരഡ് ഏലസും ചുറ്റിയടക്കാൻ മാത്രം മറ്റൊന്നായിട്ട് നിന്റെ ഫസ്റ്റ് നൈറ്റ് ഒന്നല്ലല്ലോ നടക്കാൻ പോകുന്നത്. അവന്റെ ആ പറച്ചിൽ കുറച്ച് കടുത്തുപോയി. നീലാംബരി കണ്ണുകൾ മുറുക്കി അടച്ചു. അവൾക്ക് ഉച്ചയിൽ ദേഷ്യം ഇരച്ചു കയറി. ജാൻഡി സ്വഭാവമാണ് അവൾക്ക് അവനോട് പലപ്പോഴും ദേഷ്യം തോന്നുന്നത്. അവന് ദേഷ്യം വന്നാൽ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് അത്രയ്ക്ക് ദഹിക്കണമെന്നില്ല. കണ്ണുകൾ മുറുക്കി അടച്ച് തുറന്നപ്പോൾ അവളുടെ കണ്ണിൽ തീ എരിയുന്നുണ്ടായിരുന്നു. പക്ഷേ അവന്റെ മനസ്സിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നത് അവൾ കണ്ടില്ല. തിരിഞ്ഞു നടക്കുന്നവനെ നോക്കി അവൾ മനസ്സിലായി പറഞ്ഞു, ഇന്ന് നീലാംബരി ഫ്ലാറ്റിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ എന്റെ ഏലസ് എന്റെ കയ്യിലുണ്ടായിരിക്കും. അതായിരുന്നു നീലാംബരിയുടെ മനസ്സിൽ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന എപ്പോഴും അങ്ങനെ തന്നെ നടക്കണമെന്നുണ്ടോ? ഉണ്ടോ? അതിന് ചിലപ്പോൾ മുകളിലിരിക്കുന്നവൻ കൂടി വിചാരിക്കണം. അവളിൽ എരിഞ്ഞു കയറിയ ദേഷ്യമൊക്കെ കെട്ടടങ്ങി ചാരമായി പറന്നുപോയിക്കൊണ്ടിരുന്നു. കാരണമുണ്ട്. ബാൽക്കണിയിൽ ഒരു ചെയറിലായി കാലുമേക്കാൽ ക്രോസ് ചെയ്ത് കയറ്റി വെച്ചിരിക്കുകയാണ് ജാൻ. ഇടത് കൈ അവന്റെ ഷൂവിലാണ്. വലത് കൈയിൽ ഒരു ഫയലുമുണ്ട്. പക്ഷെ അതൊന്നുമല്ല പ്രശ്നം. അവന്റെ ഇടത് കൈയിൽ ചേർന്ന് അല്പം കുനിഞ്ഞെന്ന് ആവണി അവനോട് സംസാരിക്കുന്നു. ഒരു ഭാവമാറ്റവും ഇല്ലാതെ ജാൻ അവൾ ചോദിക്കുന്നതിന് മറുപടി പറയുന്നുണ്ട്. ഫയൽ നോക്കി എന്തോ സംശയം ചോദിക്കുകയാണ് ആവണി എന്നാണ് വെപ്പ്. പക്ഷെ അവന്റെ കയ്യിൽ നെഞ്ചുമുട്ടിച്ചാണ് നിൽപ്പ്. എങ്ങനെയുണ്ട്? ഇതെല്ലാം നോക്കി ഡൈനിങ് ടേബിൾ ചാരിന്ന് വെള്ളം കുടിക്കുകയാണ് നീലാംബരി. എന്തെന്നറിയില്ല, കയ്യിലിരുന്ന ഗ്ലാസ് നിലത്തേക്ക് വലിച്ചെറിയാൻ തോന്നുന്നു. പക്ഷെ ദേഷ്യം വരുന്നില്ല, വേറെന്തൊക്കെയോ തോന്നുന്നു. തന്നിൽ ഉടലെടുക്കുന്ന ആ വികാരം എന്താണെന്നറിയാതെ നില കുഴങ്ങി. ആവണിയെ പിടിച്ചു മാറ്റാൻ തോന്നുന്നുണ്ട്. ജാൻ അവിടെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോകാൻ തോന്നുന്നു. അവൾ ബാൽക്കണിയിലേക്ക് വേഗത്തിൽ നടന്നു. ചുറ്റുമൊന്നും നോക്കി. കിരണും കാവ്യയും റെയിലിങ്ങിൽ ചാരി നിൽക്കുന്നു. അവരുടെ മുന്നിൽ നിന്ന് ചൈതന്യക്ക് പോസ് ചെയ്യാനുള്ള പൊസിഷൻ പറഞ്ഞുകൊടുക്കുകയായിരുന്നു പ്രേം. അവന്റെ അടുത്തായി ലൂക്കയുമുണ്ട്. കീർത്തന ഒരു ഓരം ചേർന്ന് നിൽക്കുന്നു. അവളുടെ കൂടെ മേക്കപ്പ് ആർട്ടിസ്റ്റുമുണ്ട്. ഉച്ച കഴിഞ്ഞുകൊണ്ട് തന്നെ ചെരിഞ്ഞടിക്കുന്ന വെയിലും നല്ല കാറ്റുമുണ്ട് ബാൽക്കണിയിൽ. അവൾ വീണ്ടും ജാനെ നോക്കി. അവനിരിക്കുന്ന ചെയറിന്റെ സൈഡിലായി ചേർന്നിരിക്കുകയാണ് ആവണി. പക്ഷെ ജാൻ എന്തോ സീരിയസ് കാര്യമാണ് അവളോട് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾ മറ്റൊന്നും ശ്രദ്ധിക്കുന്നില്ല. വൃത്തിയിട്ട മനുഷ്യൻ, കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് പറഞ്ഞ് ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ടില്ലേ? മുട്ടിയിരുമി നിൽക്കുക രണ്ടും കൂടി. നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒളിഞ്ഞും പറഞ്ഞും വരും. ആ ആണി അല്ല ആവണിയാണെങ്കിൽ പബ്ലിക്കായിട്ട് എന്തു ആവാം. നീല മനസ്സിലായി പിറുവിറുത്ത് കാവ്യയെ നോക്കി. കാവ്യേ! നീലാംബരി അല്പം ഒച്ചയെടുത്തു. എല്ലാവരും ഒന്ന് ഞെട്ടിക്കൊണ്ട് അവൾ നോക്കി. അപ്പോഴാണ് താൻ എന്താണ് ഇപ്പോൾ കാട്ടിയെന്ന് നിലക്ക് തന്നെ ബോധം വന്ന്. അത് കാവ്യ, ഒരുപാടങ്ങ് ചാരണ്ട, ചിലപ്പോൾ താഴെ വീഴും. നീ ഇവർ നിൽക്ക്. എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ ഒരു ബോധം വേണ്ടേ നിനക്ക്? നില പറയുന്ന കേട്ട് റെയിലിങ്ങിൽ താങ്ങിയുന്ന കാവ്യ ഒന്ന് ഇവർ നിന്നു. നെഞ്ചോടൊപ്പം ഉയരമുള്ള റെയിലിങ്ങിൽ നിന്ന് എങ്ങനെയാണ് താഴെ വീഴുന്നത്? കിരൺ ഒന്ന് ചുറ്റും നോക്കി. നീ എന്നടി വേണം ഉദ്ദേശിച്ച്? ഇവിടെ ആരാധന വീഴാൻ പാതിന് ചാരിന്ന്? അവൻ നിലയോട് ചോദിച്ചു. അത് ചാരി നിൽക്കുന്ന എല്ലാവരും കൂടിയാ പറഞ്ഞ്. നീല അതും പറഞ്ഞ് കിരണിന്റെ അടുത്തേക്ക് പോയി ചേർന്ന് നിന്നു. പക്ഷെ അപ്പോഴേക്കും അവിടെ നോട്ടം ജാനിന്റെ മുഖത്തും ആവണിയിലും മാറി മാറി വീണു. കിരണിന്റെ മറവിൽ നിന്നുകൊണ്ട് എന്തോ പറയാൻ പാടില്ലാത്ത പറഞ്ഞ പോലെ അവൾ നോക്കുകയാണ്. ഒപ്പം കിരണിന്റെ ഷർട്ടിന്റെ സ്ലീവിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. മൊത്തത്തിലൊരു കള്ളനോട്ടം. ജാന്റെ പുരികമൊന്ന് ചുളിഞ്ഞു. അവൻ ചെയറിൽ അല്പം നിവർന്നിരുന്നു. തന്റെ ദേഹത്തേക്ക് വീണ്ടും ഒട്ടിവരുന്ന ആവണിയെ അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത്. കയ്യിലിരുന്ന ഫയൽ അവൻ ആവണി കൊടുത്തുകൊണ്ട് ചെയറിൽ നിന്നൊന്ന് എഴുന്നേറ്റു. ഒരു ചെറുപുഞ്ചിരിയോടെ നടന്ന് അവൻ പ്രേമിന്റെ അടുത്ത് പോയി ക്യാമറ കയ്യിൽ വാങ്ങി. പക്ഷെ ആ ഫോട്ടോസിലൊന്നും അവൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ചൈതന്യയുടെ പൊസിഷനിൽ ലുക്കൊന്നും ശരിയായില്ലെന്നൊരു തോന്നൽ വന്നു അവന്. പ്രേമിനോ തോന്നിയിരുന്നു. പക്ഷെ പ്രേം ആ ക്ഷീണിതനായി കാണപ്പെട്ടു. എന്താ പ്രേം, നിനക്ക് സുഖമില്ലേ? ലൂക്ക് അടുത്ത് വന്ന് പ്രേമിനോട് ചോദിച്ചു. ഒന്നുമില്ലെന്നേ, ഇന്നലെ ശരിക്കും ഉറങ്ങിയില്ല, അതിൻ്റെ. പ്രേം ലൂക്കയുടെ തോൾ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞ നൈറ്റ് പാർട്ടിക്ക് പോകേണ്ട ഷൂട്ടുള്ളതാണെന്ന്. എന്താ പ്രേം ഇത്? ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ബിഹേവ് ചെയ്യരുത് കേട്ടോ. ലൂക്ക പ്രേമിനെ ശകാരിക്കും പോലെ പറഞ്ഞു. ലീവ് ഇറ്റ് ലൂക്ക. ജാൻ ഫോട്ടോസ് നോക്കിക്കണമെന്നെ പറഞ്ഞു. കിരണും ജാനും ഫോട്ടോകൾ ഒരിക്കൽ കൂടി നോക്കി. ജാൻ, ഡാ നീ എടുക്ക്, കിരൺ പറഞ്ഞു.
അത് ശരിയാണല്ലോ, ജാൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ അല്ലേ? ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ജാൻ്റെ ക്ലിക്സ്. വാ, അമേസിങ്. അത്ര നേരം പഴം വിഴുങ്ങിയ പോലെ ഇരുന്ന ചൈതന്യ ഉത്സാഹത്തോടെ പറഞ്ഞു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കടാ, ട്രൈകൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം, എന്താ? കിരൺ ജാനെ സപ്പോർട്ട് ചെയ്തു. ഒന്ന് റെസ്റ്റ് എടുത്താൽ പ്രേമം ഓക്കെ ആവുമെന്ന് പറഞ്ഞ് ലൂക്ക ജാനോട് അനുവാദം ചോദിച്ച് അകത്തേക്ക് പോയി. ജാനാണ് ഫോട്ടോ എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ചൈതന്യയുടെ കണ്ണിലെ തിളക്കം ആവണിക്ക് അത്ര കണ്ടി രസിച്ചില്ല. ദൂരെ കാണുന്ന കടലിലേക്ക് നോക്കി വെറുതെ ക്ലിക്ക് എടുക്കുന്ന ജാന്റെ മുന്നിൽ ആവണി കയറിയിരുന്നു. ജാൻ ഡിയർ, പ്ലീസ് എന്റെ പോസ് ഒന്ന് ട്രൈ ചെയ്യൂ. ആവണി അത് പറയുമ്പോൾ ജാൻ നിലയാണ് നോക്കിയത്. അത്രയും നേരം തങ്ങളെ നോക്കിയെന്നവൾ പെട്ടെന്ന് മുന്നിൽ കാണുന്ന കടലിനെ നോക്കി തിരിഞ്ഞു. റെയിലിങ്ങിൽ കൈകുത്തി താടിക്ക് കൈയും കൊടുത്ത് അവൾ അങ്ങനെ നിന്നു. ഇരു സൈഡിലേക്കും തലയൊന്നാട്ടി അവൻ ചിരിച്ചുകൊണ്ട് ക്യാമറ കടലിൽ നേരെ തിരിച്ച് ക്ലിക്ക് ചെയ്തു. ആ ശബ്ദം കേട്ടതും നീലാംബരി അവനെ തിരിഞ്ഞു നോക്കി. അതേ നിമിഷം അവനവളുടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിരുന്നു. വെയിലേറ്റ് തിളങ്ങുന്ന അവളുടെ കണ്ണുകൾ കൊണ്ടുള്ള കൂർത്ത നോട്ടവും കാറ്റിൽ പറക്കുന്ന അവളുടെ മുടിയും ആ ചിത്രത്തിന്റെ മാറ്റുകൂട്ടി. ആരും ശ്രദ്ധിക്കാത്ത തരത്തിൽ പെട്ടെന്ന് തന്നെ ജാൻ മറ്റു കാഴ്ചകൾ കൂടി ക്യാമറയിൽ പകർത്തി. പുറകിൽ തുടരെ തുടരെ കേൾക്കുന്ന ക്യാമറയുടെ ശബ്ദം അവളെ തിരിഞ്ഞു നോക്കാൻ വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അവൾ നോക്കി. ഒരു കാൽമുട്ട് നിലത്ത് കുത്തി മറ്റേ കാൽ കൈക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചൈതന്യയുടെ ഫോട്ടോ എടുക്കുകയാണ് ജാൻ. നിലത്തായി വിരിച്ച ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റിൽ മലർന്നും കൈ പുറകിൽ കുത്തി നിവർന്നുമൊക്കെ ഫോട്ടോക്ക് പോസ് ചെയ്യുകയാണ് ചൈതന്യ. ഇടയ്ക്കെപ്പോഴോ ജാൻ അവൾക്കടുത്തേക്ക് പോയി കൈ പിടിച്ച് പൊസിഷൻ കറക്റ്റ് ആക്കുന്നുണ്ട്. അവന്റെ ആ സ്പർശനത്തിന് വേണ്ടി മാത്രം ഒന്നും അറിയാത്ത കുട്ടിയെ പോലെ അഭിനയിക്കുകയാണ് ചൈതന്യ. ഓ, കണ്ടാ തള്ളയുടെ ആദ്യത്തെ ഫോട്ടോഷൂട്ടാണെന്ന് തോന്നുന്നല്ലോ. ഉള്ള കുട്ടി ഒന്നും അറിയില്ല, പാവം. ജാൻ തൊടാൻ വേണ്ടിയുള്ള അടവൊക്കെ കാവ്യനിലയുടെ ചെവിയിൽ പറഞ്ഞു. അതിന് നമുക്കെന്താ? നില പുച്ഛഭിനയിച്ചു. നീലാംബരി തിരികെ കടലിലേക്ക് തന്നെ നോക്കി. സൂര്യൻ അസ്തമനത്തോട് അടുക്കുന്നു. ആകാശത്തിൽ നേരിയ ചുവപ്പുരാശി പടർന്നിരിക്കുന്നു. നാളെ പുലർച്ചെ നാട്ടിൽ പോകണമെന്ന് ഓർക്കുമ്പോൾ നെഞ്ചിൽ പെട്ടെന്നൊരു കൊള്ളിയാൻ മിന്നി. രാവിലെ അമ്മയുടെ സംസാരത്തിൽ നിന്ന് മറ്റൊരു പ്രശ്നവും തറവാട്ടിലില്ല എന്നുള്ളത് വ്യക്തമാണ്. സാധാരണ തന്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു വീഴ്ചയുണ്ടായാൽ പോലും അമ്മയുടെ നേരെങ്കിലും മാമയോ അമ്മായിയോ മുകുന്ദേട്ടനോ കിടന്ന് ചാടാറാണ് പതിവ്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എന്തിനോ വേണ്ടിയുള്ള നിശബ്ദയായിട്ട് അവൾക്കത് തോന്നി. നാളെ താൻ പോയി കഴിഞ്ഞാൽ ഇനിയൊരു തിരിച്ചുവരവുണ്ടാകുമോ? നീല ഒരിക്കൽ കൂടി എല്ലാവരെയും തിരിഞ്ഞു നോക്കി. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. അത് കേട്ട് കിരൺ വായുപൊത്തി കുടുകൂടെ ചിരിക്കുന്നു. ഒപ്പം കാവ്യയും. നിർവികാരമായൊരു പുഞ്ചിരി അവളിലും വിരിഞ്ഞു. ചെയറിന്റെ പുറത്തേക്ക് വലതുകാൽ കയറ്റി വെച്ച് അതിൽ കൈ താങ്ങിന്ന് ഫോട്ടോ നോക്കുന്നുണ്ട് ജാൻ. അവളുടെ ഉള്ളിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. ദേഷ്യപ്പെടുമെങ്കിലും അതിൽ പോലും ഓർക്കാൻ ഒരു പിടി മധുരസ്മരണ സമ്മാനിച്ച കീർത്തന. ഓർഡർ ഇടാൻ മാത്രം വായ തുറക്കുന്ന അമല. എവിടെയോ ഒരു കുഞ്ഞു നോവ് സമ്മാനിച്ച ജാന്റെ പെണ്ണ്. ആവണി രണ്ടു തുള്ളി കണ്ണുനീർ അവളുടെ കണ്ണിൽ നിന്ന് നടന്നു വീണു. അവളുടെ നെഞ്ച് വിങ്ങിപ്പൊട്ടി. ഏങ്ങിക്കരഞ്ഞു പോകുമോ എന്നൊരു തോന്നൽ അവളിൽ ഉടലെടുത്തു. വേദനകൾ എപ്പോഴും കണ്ണുനീരായി മാത്രമേ പുറത്തു വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ നെഞ്ചിലെ വേദന അവിടെ തന്നെ അമർത്തിപ്പിടിച്ചു അവൾ. ഒരിളം തന്നെ അവളെ തഴുകി കടന്നുപോയപ്പോൾ ഒരു പെർഫ്യൂം സുഗന്ധം അവളുടെ നാസികയിലൂടെ അരിച്ച് കയറി. അതീവ ദുഃഖത്തോടെ അവളൊന്ന് ശ്വാസം വലിച്ചെടുത്തു. വീണ്ടും ഒരിക്കൽ കൂടി അവളുടെ നെഞ്ച് പൊട്ടിപ്പോകും പോലെ തോന്നി അവൾക്ക്. കണ്ണുകൾ മുറുക്കെ അടച്ചു പിടിച്ചു നീലാംബരി. ജാനിന്റെ സുഗന്ധം, അവന്റെ ആ വെള്ളാരം കണ്ണുകൾ, കാതുകളിൽ കാറ്റുപോലെ കേൾക്കുന്ന അവന്റെ ശബ്ദം. കണ്ണുകൾ തുറന്ന് ഒരിക്കൽ കൂടി അവൾ അവനെ നോക്കി. ജാൻ നിന്നിടത്ത് അവനില്ല. അവളുടെ കണ്ണുകൾ അവനെ പരതി. അവനിരുന്ന ചേറി അവിടെ നിന്ന് എഴുന്നേറ്റ് കടന്നു വന്ന വഴിയിലൂടെ ചൈതന്യയുടെ മുമ്പിൽ. അവൻ കാല് കയറ്റി വെച്ചെന്ന ചെയറിലൊന്ന് ഇവർ നിന്ന് ചെറിയൊരു വെപ്രാളത്തോടെ ചുറ്റും നോക്കി. ഇല്ല, കാണുന്നില്ല. പെട്ടെന്ന് തുറന്നു കിടന്ന ബാൽക്കണിയിലെ തൂവെള്ള കർട്ടൻ കാറ്റിൽ പറന്നു നീങ്ങിയപ്പോൾ അവൾ കണ്ടു. ഗ്ലാസ് ഡോറിന്റെ ഉള്ളിലൂടെ കാണുന്ന അല്പം ഇരുണ്ട ഡൈനിങ് ഏരിയ. അവളുടെ ഡൈനിങ് ടേബിൾ ചാരി നിന്ന് ഇരുകൈയും നെഞ്ചിൽ പിണച്ചു കെട്ടി തന്നെ നോക്കി നിൽക്കുന്നവനെ. കാൽവിരിൽ നിന്നൊരു തരിപ്പ് അവളുടെ അടിവയറ്റിലൂടെ മുകളിലേക്ക് കയറി നെഞ്ചിൽ തറഞ്ഞു നിന്നു. അവരും നോക്കി കാണുകയായിരുന്നു. കുറച്ചുമുമ്പ് നോക്കുമ്പോഴും അതീവ ദുഃഖത്തോടെ എന്തോ ചിന്തിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് എല്ലാവരെയും നോക്കുന്നതും ആ കണ്ണുകൾ ആരെയോ തേടുന്നതുമെല്ലാം. അവസാനം തേടിയെന്തോ മുന്നിൽ കണ്ട പോലെ ഒരു പിടപ്പോടെ തന്നെ നോക്കി നിൽക്കുന്നു അവൾ. നീലാംബരിയുടെ മനസ്സിലെ ചോദ്യങ്ങളെക്കാൾ ഒരു പിടി കൂടുതൽ ചോദ്യങ്ങൾ അവന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. തന്റെ എടുത്തിയാട്ടം കാരണം അവൾ വീട്ടിൽ അനുഭവിക്കാൻ പോകുന്ന വിഷമങ്ങൾ എത്രത്തോളമാവുമെന്നുള്ളതും മുകുന്ദൻ എന്ന മുറച്ചെറുക്കൻ അവളിൽ എത്രത്തോളം അധികാരം കാണിക്കും എന്നുള്ളതൊക്കെ. പക്ഷെ അതിനേക്കാൾ ഉപരി അവന്റെ മനസ്സിൽ മായാ നിന്ന് മറ്റൊന്നാണ് മുകുന്ദൻ പറഞ്ഞ ആ വാക്കുകൾ. അവൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ അവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിനക്ക് അറിയാമല്ലോ എന്ന് നിലയോട് മുകുന്ദൻ ചോദിച്ച ചോദ്യം. മുകുന്ദന്റെ ആ പറച്ചിൽ ഒരുപാട് ചോദ്യങ്ങൾ ജാന്റെ മനസ്സിൽ ഉയർന്നു വന്നു. നീലാംബരി എന്ന പെൺകുട്ടി എന്തൊക്കെയോ ആ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ടാവുക. അവൻ അരുതാത്ത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ, ഇനി ചെയ്യുമോ എന്നൊക്കെ. അവൻ കണ്ണുകൾ മുറുക്കെ അടച്ചു തുറന്നു. അകത്തേക്ക് കയറി വന്ന കിരണിനോട് എന്തോ പറഞ്ഞുകൊണ്ട് അവൻ കാറിന്റെ ചാവിയും എടുത്ത് പുറത്തേക്ക് പോയി. നാട്ടിലെപ്പോഴാ പോകുന്നു? കിരൺ നിലയുടെ തോളിൽ കൈ ചേർത്ത് ചോദിച്ചു. നാളെ വെളുപ്പിന് പോണ കിരണേട്ടാ.
അവൾ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഓക്കെയാണോ മോളെ? പേടിയുണ്ടോ വീട്ടിൽ പോവാൻ? അവന്റെ കരുതൽ നിറഞ്ഞ ചോദ്യം. ആദ്യത്തെ പതർച്ച മാറ്റിവെച്ച് അവൾ കിരണിന്റെ മുഖത്തേക്ക് നോക്കി. ഏയ് എന്തിന്? എന്റെ വീടല്ലേ. ആ ഫോണിന്റെ പ്രശ്നം കൊണ്ടാണോ കിരണേട്ട ഇങ്ങനെ ചോദിക്കുന്നത്? അതൊക്കെ ഞാൻ എന്തെങ്കിലും കള്ളം പറയും. എന്ത് കള്ളം? കിരൺ വീണ്ടും ചോദിച്ചു. അന്ന് കട്ടിൽ നിന്ന് വീണ കാര്യം പറയും. ഹോസ്പിറ്റലിൽ ആരെങ്കിലാണ് ഫോൺ എടുത്തെന്ന് പറയും. മാത്രമല്ല ഹോസ്പിറ്റലിൽ റിപ്പോർട്ടും മെഡിസിനൊക്കെ എൻ്റെ കയ്യിലുണ്ടല്ലോ. തറവാട്ടിൽ ആരെങ്കിലും ഫോണിന്റെ കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയാൽ അങ്ങനെ ഒരു മറുപടി പറയാൻ അവൾ നേരത്തെ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. എന്തായാലും ആ ഒരു ചോദ്യം ഉറപ്പാണ്. കട്ടിൽ നിന്ന് വീണു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആക്സിഡന്റ് ആണെന്ന് പറയുന്നതാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അപ്പോ ആ മുകുന്ദൻ അവൻ നിന്നെ? ആ ചോദ്യം ഒരു മടിയോടെ ചോദിച്ച കാവ്യാണ്. അതിന് നില ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് പേടിയാണോ അയാൾ എന്നെ ഉപദ്രവിക്കുന്നോ മറ്റോ? ആണോ കാവ്യ? ആണോ കിരണേട്ടാ? നില ചോദിക്കുന്ന കേട്ടപ്പോൾ കിരൺ ഒരു ദീർഘശ്വാസം എടുത്തു. നില, അവൻ ആ മുകുന്ദൻ പറഞ്ഞ് ഞാനും കേട്ടതാ. ശ്രീയമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഇതുവരെ അതിനെപ്പറ്റി മോളോട് ചോദിക്കാതിരുന്നു. അപ്പോഴേക്കും മോള് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് വീക്കായിരുന്നു. അതുകൊണ്ടാണ് അറിഞ്ഞോ അറിയാതെ ഞാൻ ഉത്തരവാദിയായി ഈ പ്രശ്നത്തെപ്പറ്റി അവൻ പോലും മോളോട് ചോദിക്കാത്തത്. അവന്റെ സ്വഭാവം വെച്ച് നിന്റെ ജാതകം തെരഞ്ഞു പോകേണ്ട സമയം കഴിഞ്ഞവൻ. ശ്രീയമ്മ ഒരു വിധത്തിൽ അവനെ പിടിച്ചു വെച്ചേക്കുക. ഇനി അവൻ കാരണം ഒരു പ്രശ്നം എനിക്ക് ഉണ്ടാവരുതെന്ന് ശ്രീയമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യിപ്പിച്ച അവനെ കൊണ്ട്. പക്ഷെ ഞങ്ങൾക്കിപ്പോഴും ടെൻഷനാണെന്നില്ല. ഞങ്ങളെല്ലാവരും കാരണം മുകുന്ന നിന്നെ അവൻ എനിക്ക് ചേരില്ല മോളെ. എങ്ങനെയാ അവനെ നീ കല്യാണം കഴിച്ച് അവൻ്റെ കൂടെ ജീവിക്കുന്നത്? നാളെ മോള് നാട്ടിൽ പോകുന്നോണ്ടാ ഏട്ടത്തൊക്കെ ഇപ്പൊ സംസാരിക്കുന്നത്. തന്റെ മുന്നിൽ നിൽക്കുന്ന സ്വന്തം ചോര അല്ലെങ്കിൽ പോലും ഒരു ചേട്ടന്റെ ആകുലതയും കുറുമ്പും സ്നേഹവും ഒക്കെ കിരണേട്ടിൽ താൻ കണ്ടിട്ടുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും ചെറിയൊരു കരുതൽ തനിക്ക് ജാൻ സാറ് തരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ഇവരാരും തന്നെ ഓർത്ത് ദുഃഖിക്കാൻ പാടില്ല. തിരക്കുള്ള മനുഷ്യരാണിവർ. കുറെ നാൾ കഴിയുമ്പോൾ പതിയെ പതിയെ ഈ നീലാംബരി ഇവർ മറക്കും. അതുകൊണ്ട് തന്നെയാണ് അവൾ തന്റെ ജീവിതത്തിലെ ചെറിയൊരു കാര്യം കിരണിന്റെ മുമ്പിൽ പറയാൻ തീരുമാനമെടുത്ത്. കിരണേട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ ജാതകത്തിൽ ചെറിയൊരു ദോഷമുണ്ട്. എനിക്ക് 23 വയസ്സ് കഴിയാതെ ആരും എന്നെ വിവാഹം കഴിക്കാൻ പാടില്ല. കഴിക്കുന്ന ആളുടെ മരണം സംഭവിക്കുന്ന എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് മുകുന്ദേട്ടൻ എൻ്റെ ദേഹത്തോടുകയോ എനിക്ക് 23 വയസ്സാകുന്നതിന് മുമ്പ് എന്നെ വിവാഹം കഴിക്കുകയില്ല. ഇത്രയും സ്ട്രിക്റ്റായ എൻ്റെ ഫാമിലി എന്നെ ഈ എറണാകുളം പോലുള്ള സിറ്റിയിൽ ജോലിക്ക് വിട്ട് തന്നെ എൻ്റെ ദോഷം മാറും വരെ മുകുന്ദേട്ടനിൽ നിന്ന് ഞാൻ അകന്നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഫെബ്രുവരി വരെ, അതുവരെയുള്ള സമയം എനിക്കുണ്ട് കിരണേട്ട. വിവാഹമൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അതൊക്കെ അപ്പം നോക്കാം. ഇപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ്, അത്രയേ ഉള്ളൂ. നീല അത് പറയുമ്പോൾ കാവ്യയിലും കിരണിലും ഒരു പുഞ്ചിരി ഉണ്ടായി. കാവ്യക്ക് ഇതൊക്കെ നേരത്തെ അറിയാവുന്ന തന്നെയാണ്. അതുകൊണ്ട് അവൾക്ക് വലിയ ടെൻഷനൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കിരൺ നിലയെ തന്നെ നെഞ്ചോട് ചേർത്തു. പാനിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അവൻ ജാനിന്റെ കോള് കട്ട് ചെയ്തു. കാർ ഡ്രൈവിങ്ങിനിടയിൽ ജാന്റെ ചുണ്ടിലും സമാധാനത്തിന്റെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. താൻ പറഞ്ഞ പ്രകാരമാണ് കിരൺ കോൾ ചെയ്ത് ഫോൺ മറച്ചു പിടിച്ച്. താൻ ഇതൊന്നും ചോദിച്ചാൽ അവളൊന്നും പറയില്ലെന്നറിയാം. നിലയോടൊന്നും ചോദിക്കില്ലെന്ന് തന്റെ മമ്മയ്ക്ക് വാക്കുകൊടുത്തിട്ട് പോലും മനസ്സതിന് അനുവദിച്ചില്ല. അതുകൊണ്ടാണ് അന്ന് രാത്രി അവൾ തന്നെ നെഞ്ചോട് ചേർന്നിരുന്നപ്പോൾ മുകുന്ദനെ കുറിച്ച് ചോദിച്ച്. താൻ എന്ത് ചോദിച്ചാലും ഒരു വാക്കുപോലും അവൾ പറയില്ലെന്ന് അന്നാണ് തനിക്ക് മനസ്സിലായത്. തന്നെ കാണുമ്പോൾ എന്താണ് അവൾക്ക് ഇത്ര വിറയിലും പരവേശവും? അത് കാണാൻ വേണ്ടി മാത്രമാണ് ഓരോ കാരണം കിട്ടുമ്പോഴും അവളുടെ അടുത്തേക്ക് പോയി ചേർന്ന് നിൽക്കുന്നത്. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി മുട്ടിട്ടു. വൈകുന്നേരം ആയപ്പോഴേക്ക് എല്ലാവരും ഫ്ലാറ്റിൽ നിന്ന് പോയിരുന്നു. ചൈതന്യയെ ആവണിയെയും ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ കാവ്യയെ നിലയെ ഹോസ്റ്റലിലാക്കാമെന്ന് കിരൺ പറഞ്ഞുകൊണ്ട് പിള്ളേര് വീണ്ടും കാത്തിരിപ്പിലാണ്. നീ എന്താ ആദ്യമായിട്ടാണോ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്? അന്ന് മാൻഷനിൽ വെച്ച് നിനക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഇപ്പം എന്താ? അവൻ ദേഹത്ത് തൊടാൻ വേണ്ടിയിട്ടല്ലേ നീ തെറ്റിച്ച് പോസ് ചെയ്ത്? കുറെ നേരമായി ആവണിക്ക് മനസ്സിൽ തികട്ടി വന്ന് പുറത്ത് കളയാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ ചൈതന്യയുടെ മുഖത്ത് നോക്കി അങ്ങ് ചോദിച്ചു. അതിന് ചൈതന്യ വല്ലാത്തൊരു ചിരി അങ്ങ് ചിരിച്ച്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ആവണി, നിനക്ക് മുന്നേ എനിക്ക് കിട്ടുകയാണെങ്കിൽ നീ എന്നെ കുറ്റം പറയാൻ പാടില്ലെന്ന്. ഞാൻ നോക്കാതിരിക്കാൻ മാത്രം ജയശിവനാഥമേനോ നിന്റെ കെട്ടിയവരൊന്നല്ലല്ലോ, ആണോ? അപ്പൊ കെട്ടുമ്പോൾ ഞാൻ വിട്ടേക്കാം, പോരെ? ഒരു ഫ്രണ്ട് എന്നുള്ള പരിഗണന പോലും തനിക്ക് തരാതെയുള്ള ചൈതന്യയുടെ സ്വഭാവം കണ്ട് ആവണിക്ക് ദേഷ്യമാണ് അവളോട് തോന്നിയത്. അതുപോലെ തന്നെ അടങ്ങാത്ത പകയും ഉള്ളിലുണ്ടായി. സ്നേഹം കാണിക്കാനുള്ള ആത്മബന്ധമൊന്നും ആവണിക്ക് ചൈതന്യയോട് ഇല്ലായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു തിരിച്ചടി കൊടുക്കാൻ തന്നെ ആവണി തീരുമാനിച്ചു. കാരണം അവൾക്ക് ജാൻ എന്ന വ്യക്തിയോട് അടങ്ങാത്ത ആവേശമാണ്, അവളുടെ സ്വപ്നമാണ്. കിച്ചണിൽ കോഫി എടുക്കുകയാണ് കാവ്യ. അവൾക്കടുത്തായി നിലയുമുണ്ട്. കിച്ചനോട് ചേർന്ന് ഒരു ഷെൽഫിൽ കുറച്ച് മദ്യക്കുപ്പികൾ ഇരിക്കുന്ന ആവണി ശ്രദ്ധിച്ചു. ചെറിയൊരു ബാർ കൗണ്ടർ സെറ്റപ്പ്. ആരും കാണാതെ തന്നെ അതിൽ നിന്നൊരു ബോട്ടിൽ ആവണി കൈക്കലാക്കി. ഏയ് കോഫി ഇറക്കാം, ഞങ്ങൾക്ക് ജ്യൂസ് മതി, പെട്ടെന്ന് എടുക്ക്. ആവണി കാവ്യ നോക്കി പറഞ്ഞു. കാവ്യ തന്റെ വാച്ചിലേക്കാണ് ആദ്യം നോക്കിയത്. സമയം 6 മണി കഴിഞ്ഞു. ഇപ്പോഴാണോ ജ്യൂസ്? ദേഷ്യം തോന്നിയെങ്കിലും പക്ഷെ അവളൊന്നും മിണ്ടിയില്ല. നിലയും വെറുതെ അങ്ങനെ നിന്നതേയുള്ളൂ. അപ്പോഴേക്ക് ആവണി ഒരു ജഗ് അവരുടെ മുമ്പിൽ എടുത്തു വെച്ചു. നോക്ക്, ഇതിൽ നിറയെ ഓറഞ്ച് ജ്യൂസ് വേണം, ഷുഗർ കുറച്ച് കൂടുതൽ ഇട്ടോ, മനസ്സിലായോ? കൽപ്പിക്കും പോലെ പറഞ്ഞിട്ട് ആവണി നടന്നുപോയി. അവൾ നടക്കി നോക്കി അതുപോലെ കാവ്യ 2 സ്റ്റെപ്പ് ആക്ഷൻ കാണിച്ച് അവൾക്ക് പുറകെ പോയിട്ട് തിരികെ വന്നു. ഈ പണ്ടാരി ഏത് നേരത്തെ ഉണ്ടായതാണോ എന്തോ. എന്തായാലും ജാനുകൾ ചേരും, 2 കലിപ്പ് പാർട്ടികളാണല്ലോ.
അടികൂടി വെട്ടി ചത്തോളും. കാവ്യ പിറുപിറുത്തുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് ഓറഞ്ച് പൊളിച്ച് ജ്യൂസാക്കി. നീലാംബരി ആകെ മൂഡ് ഓഫ് ആയിരുന്നു. അവൾക്ക് ഒന്നിനോടൊരു താല്പര്യം തോന്നിയില്ല. കാവ്യ കൊടുത്ത ജ്യൂസിൽ ആവണി മദ്യം മിക്സ് ചെയ്തു. ചൈതന്യ ആരോടെ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. സ്റ്റാഫുകൾ കൊണ്ടുവച്ച ജ്യൂസാണെന്ന് കരുതി ചൈതന്യ ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചു. എന്താണെന്നറിയില്ല, ഫോണിൽ നിന്ന് കേൾക്കുന്ന ഏതോ ഒരുവന്റെ കൊഞ്ചൽ ലയിച്ച് ചൈതന്യ അത്യാവശ്യം നല്ലപോലെ ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. ആർക്കും സംശയം തോന്നാതിരിക്കാൻ ആവണി അതിൽ നിന്നൊരു ഗ്ലാസ് എടുത്ത് കുടിച്ചു. ചൈതന്യ നല്ലപോലെ ആടിത്തുടങ്ങി. ബോധം മറിഞ്ഞു വീഴുന്ന ചൈതന്യ മുഖത്ത് എന്തെങ്കിലും ഒരു പാട് വരുത്താനായിരുന്നു ആവണിയുടെ പ്ലാൻ. അപ്പൊ പിന്നെ ഇവിടെ വെച്ചുള്ള ഫോട്ടോഷൂട്ട് നടക്കില്ലല്ലോ. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. പെട്ടെന്ന് കാലാവസ്ഥ മാറുകയും തകർത്ത് മഴ പെയ്യുകയും ചെയ്തു. പെട്ടെന്നുള്ള മഴയിൽ വെപ്രാളത്തോട് അകത്തേക്ക് കയറാൻ തുടങ്ങിയ ചൈതന്യ ആ വലിയ ബാൽക്കണിയിൽ ചെരുപ്പിന്റെ ഹീല് തന്നെ മുഖം അടിച്ച് വീണു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.